എലിസ ക്രിയേഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറേ മരക്കഷ്ണങ്ങളും ഇതിലുള്ള യാത്രയായിട്ടാ. അതായത് നമ്മളിന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് കുറച്ച് പട്ടിക കഷ്ണങ്ങളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള പണി നമുക്ക് ആദ്യം ചെയ്യാം. 23 ഇഞ്ചിൻ്റെ 4 പീസ് ആദ്യം കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. നമ്മൾ അളന്നെടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ആദ്യം മുറിക്കാൻ പോകുന്നത് 23 ഇഞ്ചിൻ്റെ 4 പീസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം 20 ഇഞ്ചിൻ്റെ 4 പീസ്, പിന്നെ 16-ൻ്റെ, പിന്നെ 15-ൻ്റെ, അങ്ങനെ 4 അളവിൻ്റെയാണ് കേട്ടോ നമ്മൾ മുറിച്ചെടുക്കാൻ പോകണം. അപ്പോൾ ആദ്യം നമുക്ക് 23-ൻ്റെ മുറിച്ചെടുക്കാവേ. ആവശ്യമുള്ള പീസുകളെല്ലാം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടാ ഇനി നമുക്കിത് കണക്ട് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള പരിപാടി നമുക്ക് തുടങ്ങാവേ. നമ്മുടെ അടുത്തുള്ള തടിമല്ലിയിൽ നിന്ന് ഒരു 350 രൂപ കൊടുത്തപ്പോഴേക്കും ഒരു വലിയ പീസ് എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന് കൂടുതലുണ്ടേ. ഇപ്പം നമ്മൾ ഡ്രില്ലർ ഉപയോഗിച്ചാണ് കേട്ടോ സ്ക്രൂ ചെയ്യാൻ പോകണം. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമായിരിക്കും നമുക്കിത് ചെയ്യാനായിട്ട്. ഗൈസ്, അപ്പം നമ്മുടെ സ്ക്രൂ അടിക്കുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ. സത്യത്തിൽ എനിക്കറിയാൻ പാടില്ല, എങ്കിൽ തന്നെയും നമ്മൾ ശ്രമിക്കും. ഞാൻ ശ്രമിച്ചിട്ട് അത്ര കാര്യമായിട്ടൊന്നും നടക്കണില്ല. ആദ്യത്തെ അതുകൊണ്ടായിരിക്കാം. നമുക്ക് ഏതായാലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ശരിയാക്കി എടുക്കാൻ നോക്കാം കേട്ടോ. നമ്മളപ്പോൾ ഏതായാലും ഒരു സൈഡ് അടിച്ച് ഇത് സ്ക്വയറിലാണ് അടിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തത് അടിക്കാൻ പോവുകയാണ്. പക്ഷേ എനിക്കിത് അടിക്കാനായിട്ട് ഇത്തിരി പാടുണ്ട് കേട്ടോ. ആദ്യത്തെ അതുകൊണ്ടായിരിക്കാം. ഇനി രണ്ടാമത്തെ അടിച്ച് നോക്കുമ്പോൾ ഇത്രയും കൂടി എളുപ്പമായി വരുമായിരിക്കും. നമുക്ക് ട്രൈ ചെയ്യാം. എൻ്റെ അമ്മ ഇതിൻ്റെ വെയിറ്റും കൂടി അറിയാമോ ഇതെങ്ങനെ മുതലാകും. ഇതെല്ലാം കുഴിയിലും താഴ്ത്തി വെക്കായിരുന്നു. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം കൂടി ബാലൻസ് ചെയ്യും. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ഇതിനൊത്തിരി അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ നമ്മുടെ ഡ്രില്ലറിന്. അതാണ് എനിക്ക് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ നീയാക്കുട്ടിനെ പിടിച്ചിട്ട് നമുക്കൊന്ന് പിടിപ്പിച്ചിട്ട് വേണം ഇനി അടുത്ത സ്ക്രൂ ചെയ്യാനായിട്ട്. നീയാക്കുട്ടി ഒന്ന് പിടിച്ചോട്ടെ ഈ സൈഡിൽ. ലെവൽ പിടിച്ചേക്കണേ, വിട്ടട്ടെ. ഓക്കെ, പിടിച്ചോളാം നീയാക്കുട്ടി. കറക്റ്റായാ? പിടിച്ചേക്കണേ. എനിക്കാനും പറ്റണില്ല. ഇതുവരെ ഇത്രയും കൊതുക് വന്നിട്ടില്ല ഇവിടെ. ഇപ്പം നമ്മൾ സ്ക്രൂ അടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അടുത്തതിനകത്തേക്ക് കയറിയിട്ട് നന്നായിട്ട് കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഇപ്പോൾ ചുറ്റിയ കൊണ്ടൊന്ന് അടിച്ച് ഒന്ന് ജസ്റ്റ് കയറ്റി വയ്ക്കട്ടെ ഇങ്ങനെ. ഞാക്കട്ടെ, ഇത് പുൽക്കൂടായി തന്നെ കിട്ടുമോ? ഇപ്പം നമ്മളിങ്ങനെ ടൈറ്റ് ആകാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ കറക്കി വന്നപ്പോൾ അതേ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേണ്ട ഉണ്ടാ ഇപ്പം നമ്മുടെ ഇല്ല ഇച്ചിരി പുറത്ത് ചാടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ആ സൈസ് നമുക്ക് കറക്റ്റാക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലത്തെ ഇതിൻ്റെ ഈ സൈസ്, അതായത് 23 ഇഞ്ചിൻ്റെത് നമ്മളത് ഈ ബേഡിലും കൂടി ഇങ്ങനെ പിടിപ്പിക്കാൻ പോവുകയാണേ. അപ്പോൾ എനിക്ക് സ്ക്രൂ ചെയ്യൽ എന്തോ ഒരു വലിയ ഭീതി പോലെയൊക്കെ ആയി. എനിക്ക് പേടിയാണ് കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് കിട്ടണില്ല. ഒന്നാമത്തെ കാര്യം ഇതിങ്ങനെ ഇങ്ങനെ സ്ക്രൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൈഡ് വിണ്ടു പോകും. അങ്ങനെ വിള്ളാത്ത രീതിയിൽ വേണം പിടിച്ച് ചെയ്യാനായിട്ടേ. ഇതൊക്കെ അറിയാവുന്നവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് പഠിക്കണമല്ലോ എല്ലാ കാര്യവും. ഇവരും കൂടി ഇവിടെ ഇരുന്ന് കൊതുക് കടി കൊണ്ടിട്ടില്ലേ, അത് കൊതുക് കടിക്കുന്ന കാരണം ഇതിങ്ങനെ ബാലൻസ് ആകണമില്ല. അതിനിടക്ക് കൈ ഇങ്ങനെ മാറ്റി കൊണ്ടുപോകണം. ഞാൻ കുട്ടി എന്ത് സംഭവിച്ചാലും വിടരുതേ. ആദ്യം നമുക്കിതൊന്ന് അടിച്ച് നിർത്താം. തിരിച്ചു. വാവ്, സക്സസ്. ഗൈസ്, ഇപ്പോൾ മൂന്നാമത്തെ സ്ക്രൂ ചെയ്തപ്പോഴേക്കും ഞാൻ തന്നെ കംപ്ലീറ്റ് ഇതുകൊണ്ട് തന്നെ ഡ്രില്ലർ കൊണ്ട് തന്നെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പം എനിക്കത് ധൈര്യമൊക്കെ വെച്ചിട്ടാ പെട്ടെന്ന് ആകുന്നുണ്ടേ. ഞാൻ അടുത്ത് വയ്ക്കട്ടെ. ഇപ്പം നമ്മൾ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ നല്ല സ്പീഡിൽ എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം പെട്ടെന്ന് കിട്ടുന്നുണ്ട്.
കുറച്ച് നേരത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം ഞങ്ങളുടെ ഒരു ഫ്രെയിം അടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാനും നീയാക്കുട്ടിയും കൂടിയുള്ള പരിശ്രമമാണ്. അപ്പോൾ ബാക്കിയുള്ള ഫ്രെയിം കൂട്ടൽ മുഴുവൻ നമ്മുടെ ജോമോൻ ചേട്ടനെ ഞാൻ ഏൽപ്പിക്കുവാണ്. കാരണം ഇതില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ നേരമായിരുന്നു ചെയ്യണത്. മാത്രമല്ല സന്ധ്യയായി. ഈ മരത്തിൻ്റെ ഒരു പച്ചപ്പ് കാരണമാണെന്ന് അറിയാൻ പാടില്ല, നല്ല കൊതുകുന്ന് നമ്മുടെ വീടിൻ്റെ ചുറ്റിനെ, അത് കാരണം നമുക്ക് ഇരിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് തന്നെ ബാക്കി ഇതിനകത്ത് റൂഫ് ഇങ്ങനെ അടിക്കലൊന്നും വലിയ നമുക്ക് കാണിക്കുന്നില്ല കേട്ടോ. ഒരു വീട് പോലെ ആക്കി എടുക്കുന്നതേ ഉള്ളൂ. അതിനുശേഷമുള്ള അതായത് കൂര വെക്കുന്നതാണ് അതിൻ്റെ റൂഫിങ്ങിൻ്റെ പരിപാടിയാണ് ഇതിനകത്തുള്ള ഒരു വെറൈറ്റി എന്ന് പറയണത്. അപ്പോൾ അത് നമുക്ക് നാളെ രാവിലെ എടുക്കാം. അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് നമുക്ക് ജോമോൻ ചേട്ടൻ ഒരു പുൽക്കൂടിൻ്റെ ഒരു കൂട് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇതിനകത്ത് സ്ക്രൂ ചെയ്തേക്കുന്ന വെറും നാലെണ്ണേ ഡ്രില്ല് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ബാക്കി ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് കൊതുക് കടിയത് ഒരു ആഘാതം മൂലം കൂടിയാണ് കേട്ടോ നമ്മൾ ചെയ്യാതിരുന്നത്. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു ആറെണ്ണമൊക്കെ ചെയ്ത് കഴിഞ്ഞായിരുന്നെങ്കിൽ സെറ്റപ്പായിട്ട് നമ്മളിത് പഠിച്ചാനേ ഡ്രില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള സമയം കിട്ടിയില്ല. ഇനി ഏതായാലും നമുക്ക് ഇതിനകത്തുള്ള ഒരു ടേണിംഗ് പോയിന്റ്, ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതേൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടോ, മരത്തിൻ്റെ തൊലിയാണ് കേട്ടോ ഇത്. ഈ തൊലിയാണ് നമ്മൾ ഇതിനകത്ത് ശരിക്കും സാധാരണ വൈക്കോലല്ലേ എല്ലാവരും വയ്ക്കണം. വൈക്കോൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടാണ്, ചുറ്റി കുറച്ച് നേരം നിൽക്കണം. അപ്പം അത് വേണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ മരത്തിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഭയങ്കര ഒറിജിനാലിറ്റിയാണ് ഇത് വെക്കുമ്പോഴേക്കും. ഞാൻ വെച്ച് നോക്കിയായിരുന്നു, നല്ല ഗെറ്റപ്പായിരുന്നു. അപ്പോൾ ഇത് നമ്മളിനി വെച്ച് കൊടുക്കാൻ പോവാണ്. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളില്ല ആണി, അതായത് മുള്ളാണി കൊണ്ടാണ് കേട്ടോ ഇത് വെക്കാൻ പോകുന്നത്, അടിച്ച് വെക്കാൻ പോകുന്നത്. മുള്ളാണി ചുറ്റി ഇങ്ങനെ അടിച്ച് വെക്കാം. ഇനി നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ സൈഡ് മറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു കഷ്ണം അടിച്ചു വെച്ചിട്ടുണ്ടേ, പകുതി വരുന്ന രീതിയിൽ. അപ്പോൾ ഇത്രയും വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ മുള്ളാണി വെച്ച് അടിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ചുമ്മാ ഒന്ന് ആക്സോ ബ്ലേഡ് കൊണ്ടൊരു പാടിട്ടിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പോവാണ്. കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, ജസ്റ്റ് ഒരു വ്യത്യാസമുണ്ട്. നോക്കാം, കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഈ സൈസിലുള്ള കറക്റ്റ് ചെറിയ പീസുകളായിട്ട് കുറേ അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം രണ്ട് സൈഡും നമ്മൾ ഈ ഒരു പൊക്കത്തിലും ബാക്കിലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അടച്ചെടുക്കാവേ. ഇതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഒരു സൈഡ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടാ. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത്, ഞാൻ ക്യാമറാമാനെയും കൂടി വിളിച്ചിട്ടാ. ഞാനിങ്ങനെ ആണി അടിച്ചിട്ടൊന്നും കയറുന്നില്ല. അപ്പോൾ ഏതായാലും ബാക്കി അപ്പുറത്തെ സൈഡിലും ബാക്കിലും നമ്മളിപ്പോൾ ഒന്ന് ഇങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം കാണിച്ചു തരാവേ. ഇപ്പം നമ്മളിതേ സൈഡ് രണ്ടും കവർ ചെയ്ത് കഴിഞ്ഞ് ഇതേ ബാക്കിലെ പോർഷനും പകുതി വരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മളിതേ ഫ്രണ്ടിലുള്ള ഒരു ഇപ്പുറത്തെ സൈഡിൽ വെച്ചിരിക്കുന്ന പോലെ തന്നെ എടുത്ത് വെക്കുവാണേ. എന്നിട്ട് നമുക്കിപ്പോൾ മുള്ളാണി വെച്ച് ഇങ്ങനെ അടിച്ചു വെച്ചേക്കാവേ. ഇപ്പം നമ്മൾ മേൽക്കൂരയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ വെക്കുമ്പോഴേക്ക് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കറക്റ്റ് ആവുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിലെ പോർഷൻ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ വെക്കുമ്പോൾ താഴേന്ന് ഇങ്ങനെ മേളിലേക്ക് വെക്കുന്ന രീതിയിൽ ഓവർലാപ്പ് ചെയ്ത് വെള്ളം പോകുന്ന രീതിയിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. നമ്മൾ ഏത് ആർട്ട് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ നീയാക്കുട്ടി കൂടെ ഉണ്ടാകും കേട്ടോ. നീയാക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതിനകത്തൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ വേറെ രണ്ട് കൊച്ചുണ്ടീശന്മാരുണ്ട്, അവന്മാർ രണ്ടുപേരെ അകത്തിരുന്ന് കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇവന്മാരൊക്കെ കാണട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ എടുക്കണം. പക്ഷേ അവന്മാർക്ക് എല്ലാ താല്പര്യം ഉണ്ടാകും, അവന്മാർ അതിനകത്ത് മുഴുകിയിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടൈം ഒന്നും കാണിക്കാറില്ല കേട്ടോ, ഒരു അരമണിക്കൂറൊക്കെ ഒരു ദിവസത്തിൽ കാണിക്കാറല്ലേ. അങ്ങനെ കുത്തിയിരുത്തി ടി വി കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാറൊന്നുമില്ല. ഇപ്പം തന്നെ നമ്മളിങ്ങനെ അടിച്ചടിച്ച് ഇത്രയും വന്നപ്പോഴേക്കുമാണ്, ഇത്രയും കവർ ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. രണ്ടാമത്തെ വേറൊരു ചുറ്റി എടുത്തു കേട്ടോ. ഈ ചുറ്റി കൊണ്ട് അടിക്കാനായിട്ടില്ലേ ഭയങ്കര എളുപ്പമാണ്. ഇത് എനിക്ക് തോന്നണത് മുള്ളാണി അടിക്കാനായിട്ടുള്ള പ്രത്യേകം ചുറ്റിക ആയിരിക്കാം ഇത്. അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിച്ചറിയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എടുത്ത ചുറ്റിയൊക്കെ ഇതേ പരന്നാണ് ഇരിക്കുന്നത് കേട്ടോ ഈ സൈഡേ. പക്ഷേ ഇപ്പോഴത്തേന് ഇതേ നോക്കിയേ ഇങ്ങനെ റൗണ്ടിലായിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് ഇപ്പോൾ അടിക്കാനായിട്ട്. ആണി ഇങ്ങനെ വളഞ്ഞു പോകില്ല, നമ്മൾ അടിക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് കിട്ടും, നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് കണ്ട ഇപ്പം നല്ല പവറായി നമ്മുടെ വീടിന്. പക്ഷെ വീടല്ല, പുൽക്കൂടിന് നല്ല രസമല്ലേ കാണാൻ. ഇപ്പം സത്യം പറഞ്ഞാൽ നല്ല ഗ്ലാമറായി വരുന്നുണ്ട് കേട്ടോ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഗ്ലാമറായി. ഇനി നമുക്ക് ഇനി ബാക്കി പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയല്ലേ. ഇപ്പോൾ ഇത്രയും വെച്ച് വന്നപ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിട്ട് തീർന്നു പോയി. നമുക്ക് അടുത്ത കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇങ്ങനെ കത്തി വെച്ച് ലെവലാക്കി എടുത്തത് കൊണ്ടാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ് കറക്റ്റ് ലെവലായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കാവേ. ഇപ്പോൾ നമുക്ക് ഓക്കെ കറക്റ്റായിട്ട് കിട്ടിയണ്ടോ. കണ്ട നമ്മുടെ കംപ്ലീറ്റ് നല്ല കറക്റ്റ് ലെവലായിട്ട് കിട്ടിയിരിക്കുന്നുണ്ട്. അയ്യോ നല്ല ഭംഗി കിട്ടാ കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ റൂഫിൻ്റെ പണിയൊക്കെ ഏകദേശം ഫിനിഷായി പറഞ്ഞേ.
അപ്പോൾ ഈ വർഷം നമ്മുടെ വീട്ടിൽ പുൽക്കൂട്, അതായത് ഉണ്ണി വരക്കാൻ പോകുന്ന പുൽക്കൂട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ നല്ല കെറ്റപ്പൊക്കെ ആയി പറഞ്ഞിട്ടാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലാണ്, എല്ലാവരുടെയും ഹൃദയങ്ങളിലാണ് കേട്ടോ ഉണ്ണി വരക്കേണ്ടത്. നമ്മളിപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുൽക്കൂടിൻ്റെ പണി ഫിനിഷ് ആയാൽ നമുക്ക് നോക്കാം. കുറച്ചും കൂടി പണിയുണ്ടേ. അതായത് ഇവിടെ 2-3 പീസും കൂടി വെക്കണം. പിന്നെ ബാക്കിൽ വേണമെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നോക്കാൻ പറ്റുള്ളൂ. ഗൈസ് ഇപ്പോൾ തന്നെ നമ്മൾ ബാക്കിൽ ആ കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തായിരുന്നു. അതാണ് ഗെറ്റപ്പ് എന്ന് തോന്നിയിട്ട് അങ്ങനെ ചെയ്ത്. പിന്നെ ഫ്രണ്ടിൽ എന്താ കുറച്ച് പീസുകളൊക്കെ വെച്ച് നല്ല കവർ ചെയ്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് എപ്പോഴും ഇങ്ങനെ മുള്ളാണി അടിക്കുന്നത് കാണിച്ച് നിങ്ങളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതൊന്നും കാണിക്കായിരുന്നത്. ഇതേ ബാക്കിലുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. അതും കൂടി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ആ കിണറും, ആ ഷോർട്സ് ഇട്ടില്ല, ആ കിണറും പിന്നെ വെള്ളച്ചാട്ടമൊക്കെ വെച്ച് ഒരു അടിപൊളി മലയൊക്കെ വെച്ചിട്ടുള്ളൊരു കിടുക്കൻ സീനറിയിലേക്ക് നമ്മൾ ഇതുകൊണ്ട് വയ്ക്കാൻ പോവാണ്. അത് കാണിച്ചു തരാവേ. ഇപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ പണിയൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടില്ല, നമുക്ക് 24-ാം തീയതി രാത്രി കംപ്ലീറ്റ് ആവുകളെ. അതായത് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് മലയുടെ സെറ്റപ്പൊക്കെ ആക്കിയിട്ട് അതിൻ്റെ മേളിൽ കൊണ്ട് പുൽക്കൂടൊക്കെ വെച്ചിരിക്കുകയാണ്. ഉള്ളിൽ മുഴുവൻ, താഴത്ത് മുഴുവൻ കുറച്ച് വേസ്റ്റ്, അതായത് ഇതിനുള്ളിൽ മുഴുവൻ ഇങ്ങനെ മടലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അതിൻ്റെ മേളിലൊരു തുണിയൊക്കെ ഇരിച്ചിട്ട് അതിന്മേലേക്ക് നമ്മൾ സിമെൻ്റൊക്കെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സെറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. താഴെ ഒരു മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിവിടെ ഇവിടെ മേളിലായിട്ട് വെള്ളം വരും കേട്ടോ. ഇവിടെ അതിൻ്റെ ഓസിൻ്റെ അറ്റം മേളിലാണ്. അപ്പോൾ അതിലേക്കൂടി ഇങ്ങനെ വെള്ളം ഈ കുളത്തിൽ വന്ന് വീണിട്ട് താഴേലേക്ക് വീഴും. അതാണ് നമ്മളുടെ രക്ഷ കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം കൂടി സെറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റത്തില്ല. അത് നമ്മൾ 24-ാം തീയതി രാത്രി കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ സിമെൻ്റൊക്കെ ഉണങ്ങി വരണതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും കാണിച്ചു തരാത്തത്. ഇപ്പം ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മളുടെ കിണറിരിക്കുന്ന കേട്ടോ, നമ്മുടെ കിണർ നല്ല സെറ്റപ്പായിട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും നല്ല കട്ട സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് താങ്ക്സ്. ഇപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഈ പുല്ലിൻ്റെ ഒരു സെറ്റപ്പ് വരാൻ വേണ്ടിയിട്ട് അറക്കപ്പൊടി, അതായത് മരത്തിൻ്റെ പൊടിയില്ലേ, പൊടി എടുത്തിട്ട് ഇത്തിരി പച്ച കളറിലെ പൗഡർ അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പച്ച കളറിലൊരു സെറ്റപ്പൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ കണ്ട എന്താണ് ഇതിൻ്റെ പേര്, തോല് കഷ്ണം ഇല്ലേ, മരത്തിൻ്റെ തോല് കഷ്ണമാണ്. ഇതെല്ലാം നമുക്ക് ഈ വറക്കമില്ലിൽ നിന്ന് തന്നെ മരം മുറിച്ചെടുത്തപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഇതും കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുവാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഓൾസോ ജമി സൈനിങ് ഔട്ട്.